ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ ഒരുപാട് വിത്തൊക്കെ പാകിയിട്ടുണ്ട്. പക്ഷെ ഒന്നും മുള പൊട്ടിയില്ല. മുള പൊട്ടിയതൊന്നും നന്നായിട്ട് വളരുന്നില്ല, മുരടിച്ചു പോയി എന്നൊക്കെ. നട്ടാൽ മാത്രം പോരാ, അതിന് വേണ്ടുന്ന കൃത്യമായിട്ടുള്ള പരിപാലനം കൂടി കൊടുത്താൽ മാത്രമേ അത് നന്നായിട്ട് വളർന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വിളവ് തരൂ. ഇടയ്ക്കൊന്ന് കളവറച്ച് കളഞ്ഞ് മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുകയും കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ വളം ചെയ്ത് കൊടുക്കുകയും ആവശ്യമുള്ള സമയത്ത് വെള്ളം കൊടുക്കുകയും ഒക്കെ വേണം. ഇക്കൂട്ടത്തിൽ പകുതിയും ഞാൻ ഒരു പ്രതീക്ഷയില്ലാതെ കൊണ്ട് നട്ടിട്ടുള്ളതായിരിക്കും. കൃത്യമായിട്ടുള്ള പരിപാലനം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടിട്ടുള്ളതാ പകുതി. ചിലത് കുളിപ്പിച്ച് കുട്ടിയില്ലാതായി പോകുന്ന പോലെ പരിപാലനം കൂടി പോയിട്ട് നശിച്ചു പോയതുമുണ്ട്. ഇക്കൂട്ടത്തിലൊക്കെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഈ ഒരു അവക്കാഡോ ആണ്. നന്നായിട്ട് വാടിപ്പോയ സമയത്ത് നട്ടതാണ് ഞാനിത്. വളരുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് വളർന്ന് പുതിയ ഇലകൾ വരികയും ആൾ നല്ല ഉഷാറാകുകയും ചെയ്തു. ഒരിടത്തും ഇല്ലാത്തതുപോലെ പൂവിട്ടതായിരുന്നു ക്യാറ്റ്സ് ക്ലോ കഴിഞ്ഞ തവണ ഇവിടെ. ഇടയ്ക്ക് വെട്ടിക്കൊടുക്കുന്നത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു പോകുന്ന ആളായത്. ഇപ്പോൾ ആൾക്ക് വലിയ വെയിറ്റ് ആയിപ്പോയി. അതുകൊണ്ടൊരു മുളങ്കമ്പിൽ അങ്ങോട്ട് താങ്ങി നിർത്തിയിരിക്കുക. അത് കാണുമ്പോൾ ഇപ്പോൾ ഒരു കൂടാരം പോലെയൊക്കെയാണ് തോന്നുന്നത്. അതിന് ഭംഗി കൂട്ടാനായിട്ട് ഒരു LED ബൾബും കൂടി ഇട്ട് കൊടുത്തപ്പോൾ സംഗതി ഒന്നുകൂടെ അങ്ങോട്ട് ബ്യൂട്ടിഫുള്ളായി. രാത്രിയിൽ ഇവിടെ വന്നിരിക്കുമ്പോൾ ഒരു പ്രത്യേക ആംബിയൻസ് ഒക്കെ ഫീൽ ചെയ്യാറുണ്ട്. എന്തോ ഒരു വല്ലാത്ത ഭംഗിയാണ്. കിട്ടുന്ന ഒരു ചെടികളും ഞാൻ വെറുതെ കളയാറില്ല. ചിലപ്പോൾ ഒരു ചട്ടിയിൽ 3, 4, 5 ചെടികളൊക്കെ കാണും. അവരൊരു ഫാമിലി ആയിട്ട് അവിടെ അങ്ങ് വളർന്നോളും. ഇടയ്ക്ക് കുറേ കിളികളും തുമ്പികളും ഒക്കെ തേൻ കുടിക്കാനും വെള്ളം കുടിക്കാനും ഒക്കെ വരും. ചിലർ കൂട് കൂട്ടും. അതൊക്കെ കാണുമ്പോൾ എന്തോ ഒരു വല്ലാത്ത സന്തോഷമാണ്. ഒരു മുട്ടായാൽ പോലും പൂവിട്ട് കാണുന്നത് അതിലേറെ സന്തോഷം. പിന്നെ അവിടെ എല്ലാം ഒന്ന് ഇടയ്ക്ക് വൃത്തിയാക്കിയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഹാപ്പി, നമ്മൾ ഹാപ്പി. ചെയ്തു തുടങ്ങിയാൽ നമ്മുടെ മനസ്സൊന്ന് ഫ്രഷപ്പ് ആക്കാൻ ഈ ഗാർഡനിങ് നമ്മളെ ഒരുപാട് സഹായിക്കും. അപ്പോൾ എന്നെപ്പോലെ ഗാർഡനിങ് ഒക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.